നിങ്ങൾ ലിങ്ക്ഡിൻ വഴി ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കാതെ ലിങ്ക്ഡിൻ യൂസേജിൽ കൂടി ശ്രദ്ധ കൊണ്ടുവരിക. ഒരു റിക്രൂട്ടർ എന്നുള്ള നിലയ്ക്ക് ലിങ്ക്ഡിനിൽ ഒരു കാൻഡിഡേറ്റിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നോക്കുക എന്നുള്ളതെന്ന് പറയാം. ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും പ്രൊഫൈലിലെ കാര്യങ്ങളൊന്ന് നോക്കും. അതായത് പ്രൊഫൈൽ പിക്ചർ മുതൽ കവർ ഫോട്ടോ മുതൽ ഹെഡ്ലൈനും എബൌട്ടും എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഒന്ന് ഓടിച്ചു നോക്കും. പിന്നീട് നമ്മുടെ പ്രധാന ഏരിയ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് പാർട്ടാണ്. അതായത് പോസ്റ്റുകൾ, കമന്റുകൾ, ലൈക്കുകൾ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചുരുക്കം പേരെ അതിലൊക്കെ ഇൻവോൾവ്മെന്റ്സ് ഉണ്ടാവുന്നുള്ളൂ. എങ്കിലും അതാണ് ഗെയിം ചേഞ്ചർ. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ യൂസർ ആണെങ്കിൽ ആ കാൻഡിഡേറ്റിന്റെ റിയൽ ക്യാരക്ടർ, സബ്ജക്റ്റിനോട്ടുള്ള ഒരു പാഷൻ, താല്പര്യം, അവരുടെ ഇൻട്രസ്റ്റുകൾ എല്ലാം നമുക്ക് ആ ആക്ടിവിറ്റീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അതിൽ കാര്യമായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമുക്ക് ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഈ നിങ്ങൾ ലിങ്ക്ഡിൻ വഴി ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കാതെ ലിങ്ക്ഡിൻ യൂസേജിൽ കൂടി ശ്രദ്ധ കൊണ്ടുവരിക. കൂടുതൽ നിങ്ങളുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാൻ ശ്രദ്ധിക്കും. സോ അതാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്.